ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടതും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ 10 രാജ്യസഭാംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പാർലമെന്റ് മന്ദിരത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, തമിഴ്നാട്, ഒഡീഷ, ഗുജറാത്ത്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27 മുതൽ 29 വരെ സീഷെൽസ് സന്ദർശിക്കും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയാനും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ ഷെഡ്യൂൾ H2വിൽ കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടും. വാക്സിനുകൾ, ആന്റി മൈക്രോബയലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 164 പേർ മരിച്ചു. 971 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടു. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി ആക്രമണത്തിന്റെ നഷ്ടപരിഹാര തുകയിൽ വർധന വരുത്തുന്ന കാര്യം പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ നടന്ന അവലോകന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെടും. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കുന്നതിനായി ചേർന്ന വകുപ്പുതല യോഗത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി ഈ മാസം 30-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനിച്ചു. വയനാട് ജില്ലയിൽ മുൻ മെന്റർ ടീച്ചർമാർ നടത്തിവന്ന സമരവുമായി ബന്ധപ്പെട്ട് സമരസമിതി നേതാക്കളുമായി മന്ത്രി KA തുളസി ചർച്ച നടത്തി. മുൻ മെന്റർ ടീച്ചർമാർക്ക് തുടർ നിയമനം നൽകണമെന്നും പ്രായപരിധി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ അവസരമൊരുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ചയിൽ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി K മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ 2 ദിവസമായി LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു. തിരുവനന്തപുരത്ത് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി കാരോട് ഗ്രാമപഞ്ചായത്തിൽ 128 കുടുംബാംഗങ്ങൾക്കായി നിർമ്മിച്ച പാർപ്പിട സമുച്ചയത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ശുചിത്വ മിഷനുമായി സഹകരിച്ച് 2 മാസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശിച്ചു. പര്യാപ്തമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെയാണ് ഫ്ളാറ്റുകൾ കൈമാറിയതെന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴയിലും കൊല്ലത്തും 2 വീതവും തിരുവനന്തപുരം, വയനാട് 1 വീതവും കേസുകളാണുള്ളത്. സംസ്ഥാനത്ത് ജൂൺ മാസം 172 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30-ന് ക്യുറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30-ന് നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. തുർക്കിയെ USA, പരാഗ്വേ, ഓസ്ട്രേലിയ മത്സരങ്ങൾ രാവിലെ 7:30-നാണ്. ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 137 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 20 ഓവറിൽ 8 വിക്കറ്റിന് 136 റൺസ് എടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ മിലിറ്ററി എഞ്ചിനീയർ സർവീസസിലെ ഓഫീസർ ട്രെയിനികളുമായി കൂടിക്കാഴ്ച നടത്തി. മിലിറ്ററി എഞ്ചിനീയർ ഓഫീസർമാരുടെ വൈദഗ്ധ്യവും സമർപ്പണവും രാജ്യത്തിന്റെ സേനാ വിഭാഗങ്ങളുടെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്നുവെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.